അഖിൽ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ട്രിപ്പ് പോയാൽ ഒരു സ്ഥിരം പരിപാടിയാണ്. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ. കാരണം അഖിൽ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എനിക്കും ഇവിടെ ഓരോ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. വലിയ ലീവൊന്നും എടുത്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഫൈനലി നമ്മൾ എന്ത് ചെയ്തു, ഞാൻ കോളേജിൽ കുറച്ച് ദിവസം ലീവൊക്കെ എടുത്തു. നമ്മൾ എല്ലാവരും കൂടെ ഒരു കൂർഗ് ബാംഗ്ലൂരൊക്കെ ട്രിപ്പ് ഇട്ടു. ആക്ച്വലി നമുക്ക് കൂർഗിൽ ഒരു ഫ്രീ സ്റ്റേ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഊട്ടിയിൽ അയാട്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിൽ താമസിച്ച സമയത്ത് നമ്മൾക്ക് അവിടെ നിന്ന് ബെസ്റ്റ് ഡ്രസ്ഡ് കപ്പിളോ അങ്ങനെ എന്തിനോ നമുക്കൊരു പ്രൈസ് കിട്ടിയതാണ്. അയാട്ന കൂർഗിൽ താമസിക്കാൻ നമുക്ക് ഫ്രീ സ്റ്റേ കിട്ടി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കൂർഗ് അയാട്നയിലേക്ക് പോയി. സോ ആ റിസോർട്ടിലെ വീഡിയോസാണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ എൻ്റെ ഗൂഗിൾ ഫോട്ടോസിൽ ഇങ്ങനെ വെറുതെ കിടക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു പോയില്ല, കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ എന്തായാലും ഞാൻ തുടങ്ങിയല്ലോ അതിലിടാമെന്ന്. സോ ഇതാണ് അയാട്ന കൂർഗ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അവതാർ പോലെ, അവതാർ മൂവി കണ്ടിട്ടില്ല എല്ലാവരും. സോ അതുപോലെ ഒരു സംഭവമാണ്. നിങ്ങൾ ഇതാ കണ്ടാൽ തന്നെ അറിയാം. നമുക്ക് മൊത്തം എന്താ പറയുക, അങ്ങനെ ഇങ്ങനെ ഒരു മരങ്ങളും ചെടികളും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേറെ തന്നെ ലോകം. ഇത് അവരുടെ റിസപ്ഷൻ ഏരിയ ആണ് കേട്ടോ. ഭയങ്കര രസമാണ് കാണുന്നത്. നമ്മൾക്ക് ആക്ച്വലി റിസോർട്ടൊന്നും നടന്ന് നമുക്ക് എത്താൻ പറ്റില്ല. സോ അവിടെയുള്ള ഒരു വണ്ടിയില്ല, അതിൻ്റെ പേര് ഐശ്വര്യ ബഗി, യെസ്, അതിൽ ഞങ്ങൾ കയറി ഇരുന്നിട്ട് നമ്മൾ റിസോർട്ടിലേക്ക് പോവുകയാണ്. അതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വലിയ വലിയ കയറ്റങ്ങളൊക്കെ കയറി ഇങ്ങനെ പോകണം. നല്ല രസമൊക്കെയാണ്. മൊത്തം ചെടികൾ, ഒരു വേറൊരു ലോകം, ഒരു കാട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഫീലിംഗ് ആയിരുന്നു. പക്ഷെ നല്ല രസമാട്ടോ. ഈ ഊട്ടിയിൽ അയാട്ടിനെ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ ഇതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഇത് നമ്മൾ ഈ എന്താ പറയുക, എൻറ്റർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് നമ്മൾ ഒരു താറിലായിരുന്നു പോയത്. സോ ഇതാ ഇങ്ങനെ എന്താ പറയുക, ഏതൊക്കെയോ വഴിയിലൂടെ ഇങ്ങനെ വന്ന് 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 ഇത് കണ്ടോ, ഇതാണ് ആക്ച്വലി അവരുടെ എൻട്രൻസ്. ആ എൻട്രൻസിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി ഇതിങ്ങനെ എത്തൂല, അത്രയും ദൂരെയാണ്. അങ്ങനെ വന്ന് 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 നമ്മളുടെ വണ്ടി ആക്ച്വലി ഒരു ദൂരെ പാർക്ക് ചെയ്യണം. എന്നിട്ട് അവരുടെ വണ്ടിയിൽ വേണം നമ്മൾ റിസോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഈ പ്രാവശ്യത്തെ ട്രിപ്പ് ഭയങ്കര രസമായിരുന്നു. ഇത് കണ്ടോ, ഇത് നമ്മൾ ആ എൻ്റർ ചെയ്യുന്ന വഴി, അതായത് ഗേറ്റ് കടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോണത് റിസപ്ഷൻ റൈറ്റിലേക്ക് കണ്ടോ. അതിങ്ങനെ എന്താ പറയുക, ഒരു 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 ലോകം. ഇതിനുള്ളിൽ നിന്ന് പുറത്ത് എന്തെങ്കിലും പറ്റിയിട്ടുള്ളിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. സോ നമ്മളിത് കുറേ കാർസൊക്കെ പാർക്ക് ചെയ്തില്ല, ഇവിടെ കാർ പാർക്ക് ചെയ്യണം. റിസോർട്ട് ആക്ച്വലി നമ്മൾ റൂമൊക്കെ വേറെ എവിടെയോ ആണ്. അവിടെ പോകണമെങ്കിൽ ഇതാ കാണുന്ന വണ്ടിയിൽ കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. സോ ഞങ്ങളെ കാറൊക്കെ പാർക്ക് ചെയ്തു, റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. ഇതാ ഞങ്ങൾ മെയിൻ റിസപ്ഷനിൽ പോയി അവിടുത്തെ അതൊക്കെ കഴിഞ്ഞ് ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞു. അവരുടെ വണ്ടിയിൽ ഇതെങ്ങനെ ഒരു കയറ്റൊക്കെ കയറി ഇങ്ങനെ പോകണം. അതിൽ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ റൂമിലേക്ക് പോവാണ്. സോ അഖിൽ വരുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് കുക്കിങ്. കാരണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ടൂർ പോവുമല്ലോ. സോ ഇപ്രാവശ്യം ഞങ്ങൾ എന്ത് ചെയ്തു, ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ പോയി. ഊട്ടി, പിന്നെ കൂർഗ്, ബാംഗ്ലൂർ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി. അങ്ങനെ കുറച്ച് എൻജോയ് ചെയ്തു. കുക്കിക്ക് വെക്കേഷനാണ്. ഇനിയിപ്പോൾ അഖിൽ വരാൻ ഇതിപ്പം ജൂലൈ അല്ല, ഓഗസ്റ്റ്, സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ അഖിൽ തിരിച്ചു വരും. അപ്പോഴും ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് ഇങ്ങനെ പോകും. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ അഖിലുണ്ടെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉള്ളു. എവിടെയെങ്കിലുമൊക്കെ ടൂർ പോകുമ്പോൾ ഫ്രണ്ട്സൊക്കെ പറയും നമുക്ക് അവിടെ പോകാം ഇവിടെ പോകാമെന്നൊക്കെ പറയുമെങ്കിൽ പോലും അഖിലും മോനും ഉണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ ഒരു രസമുള്ളൂ എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഞാൻ എസ്പെഷ്യലി കുക്കി എവിടെ പോകുമ്പോഴും കുക്കിനെ മിസ് ചെയ്യും. നല്ല ഫുഡ് കഴിക്കുമ്പോൾ കുക്കിനെ മിസ് ചെയ്യും. ഏതെങ്കിലും നല്ല സ്ഥലത്ത് സ്റ്റേ ചെയ്യാൻ പോയ കുക്കിനെ മിസ് ചെയ്യും. നമുക്ക് മക്കളുണ്ടാകും, അങ്ങനെ തന്നെയല്ലേ അല്ലേ. സോ ഇതായിരുന്നു ഞങ്ങളുടെ റൂം കേട്ടോ, 402. ഇത് നമ്മളുടെ ഫ്രീ സ്റ്റേ ആയിരുന്നു ഞാൻ പറഞ്ഞ പോലെ. സോ റൂം കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അയാട്ന ഊട്ടിയിൽ ഞങ്ങൾ താമസിച്ചപ്പോൾ അടിപൊളിയായിരുന്നു. അത് പക്ഷേ ഒരു വില്ലേജാട്ടോ നമ്മൾ താമസിച്ചത്. ഇത് ഫ്രീ സ്റ്റേ ആയതുകൊണ്ട് ഭയങ്കര വലിയ റൂമൊന്നും ആയിരുന്നില്ല. ബട്ട് ഞങ്ങൾക്ക് 3 ആൾക്ക് ഇത് തന്നെ ധാരാളം. പക്ഷേ ഇതാണ് റൂം. അപ്പോൾ കുക്കിങ്ങിന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇതാണ് ബെഡ്. ബാൽക്കണി എവിടെയെന്നോ നോക്കാൻ വേണ്ടി കുക്കി ഓടിപ്പോണേ. സോ ഇതായിരുന്നു കേട്ടോ ബാൽക്കണി. ഒരു നല്ല ബാൽക്കണി, കുറച്ച് വലിപ്പമുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. നേരെ ഓപ്പോസിറ്റ് വേറെയും റൂംസും കോട്ടേജസൊക്കെ കാണാമായിരുന്നു. പക്ഷേ കുറച്ച് ലെങ്തി ആയിരുന്നു. പക്ഷേ വെളിച്ചം കുറച്ച് കുറവായിരുന്നു. കാരണം എന്താ വെച്ചാൽ മൊത്തം ചെടികളായതുകൊണ്ടുള്ള ഒരിത്. പക്ഷേ നേച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 6-6:30 ഒക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാൻ പോയി. പിന്നെ കുക്കിക്ക് ബോറടിച്ചിരിക്കുന്നുണ്ട്. കുക്കി അവിടെ കണ്ട പിന്നെന്താണ് കട്ട്ലറീസൊക്കെ എടുത്ത് വെച്ച് ഓരോ ഇതിലായിരുന്നു, എക്സ്പെരിമെൻറ്റിലായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചതാണ്, കുക്കിൻ്റെ ഓരോ കളികളൊക്കെ. പിന്നെ ഒരു എന്താ പറയുക, നമ്മൾ ഈ
എന്താ പറയുക, ഈ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ ഭയങ്കര ഭംഗിയാണ്. അത് ഇരുടായതുകൊണ്ടാട്ടോ മര്യാദയ്ക്ക് കാണാത്ത, മഴ ഭയങ്കരമായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. സോ ഞാൻ അപ്പോഴാണ് ഒരു സാധനം നോട്ടീസ് ചെയ്തത്. എന്താണെന്നറിയോ, അതായത് ദൂരെ നിങ്ങൾ കാണുന്നുണ്ടോ, വാട്ടർഫോൾസ് കാണുന്നുണ്ടോ? ഓ, അവിടെ വാട്ടർഫോൾസ്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഈശ്വര നാളെ രാവിലെ തന്നെ എണീറ്റ് അതൊന്ന് പോയി കാണണം എന്നുള്ള ഭയങ്കര ഇതായിരുന്നു. കാരണം എന്തൊരു ഭംഗിയാണ്, ഒന്നാമത് ഫുൾ ഇരുടല്ലേ. അപ്പം ആ ഇരുട്ടത്തും ഇങ്ങനെ ആ വാട്ടർഫോൾസ് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ടോട്ടൽ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുക്കിങ്ങിനെ വഴുതി വീഴോ എന്ന് ആലോചിച്ച് മെല്ലെ വരികയായിരുന്നു. ഇത് അവൻ്റെ വക ഓരോ എന്താ പറയുക കോപ്രായങ്ങൾ. അപ്പോൾ അപ്പം എനിക്ക് കുക്കിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണാനാണ്, എവിടെ പോകുമ്പോഴും അവൻ്റെ സന്തോഷം കാണാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റ് ഒരു വാക്കിന് വേണ്ടി ഇറങ്ങി, ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ സുഖമായി കിടന്നുറങ്ങി. ആൻഡ് ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ കുക്കിൻ്റെ അടുത്ത് പറഞ്ഞത് കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഇതേപോലെ എനിക്ക് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പോവുമായിരുന്നു. അങ്ങനെ ഞാനും കുക്കിയും ബാക്കിലിരുന്നു. അപ്പോൾ നമ്മൾ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകാമല്ലോ. സോ അതുകൊണ്ട് ഞങ്ങൾ ബാക്കിലിരുന്ന് വ്യൂ ഒക്കെ കണ്ട് നമ്മളിങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. ആൻഡ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ, കണ്ട മുഴുവൻ തിന്നാലോ, അതുകൊണ്ട്. അങ്ങനെ കുക്കി എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. കുക്കീൻ്റെ ഏറ്റവും ഫേവറേറ്റ് ദോശയാണ്, അല്ലെങ്കിൽ ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. ഇഡ്ഡലിയൊക്കെ കഴിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ചു, മോമി ഞാൻ ഡോണട്ടൊക്കെ കഴിച്ചോളാം. ഞാൻ പറഞ്ഞാൽ ശരി കഴിച്ചോന്ന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം അവൻ ഡോണറ്റൊക്കെ ഇരുന്ന് കഴിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ ആ വ്യൂ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, ആ മറ്റേ വാട്ടർഫോൾസിൻ്റെ. അത് അങ്ങോട്ടേക്ക് ഇങ്ങനെ പോയി. ഞാൻ അഖിലിൻ്റെ അടുത്ത് പറയാം, നല്ലൊരു റീൽ എടുക്കും പ്ലീസ്, ഞാൻ അങ്ങനെ സ്ലോ മോഷനിൽ നടന്ന് വരാമെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഷൂട്ട് നടക്കുകയായിരുന്നു അവിടെ. മറ്റേ മൊത്തത്തിലൊന്ന് കൊളായിട്ടുണ്ട്, വിചാരിച്ച പോലെ അങ്ങോട്ട് റെഡി ആയില്ല. അത് ഈ ബാക്കിൽ നിന്ന് കുക്കിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന, സൈഡിൽ നിന്ന് അഖിലും. പക്ഷേ സംഭവം ഇതാണ്, നല്ല രസമല്ലേ കാണാൻ. ആ രണ്ടാൾക്കാരെ എന്ത് ചെയ്യും, ഞാനൊന്നും ചെയ്യാൻ പറ്റില്ല. അവരവിടെ മാറുന്നാലും എനിക്ക് എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല. അവരാണെങ്കിൽ ജന്മം ഉണ്ട് അവിടെ നിന്ന് മാറുന്നത്. സോ എന്തായാലും കുക്കിനോട് ഞാൻ ഇളക്കാതെ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ. മൊത്തം അങ്ങോട്ട് ഇളക്കിയിട്ടൊരു വീഡിയോ എടുത്ത്. പിന്നെ എന്ത് ചെയ്യാനാണ്, ഇത് തന്നെ എടുക്കുന്ന വലിയ കാര്യം. പിന്നെ ഞാനും അഖിലും അവിടുന്ന് ഭയങ്കര ഡിസ്കഷനിലായിരുന്നു, എങ്ങനെ എടുത്താൽ ഈ വാട്ടർഫോൾസ് നല്ല ഭംഗി കിട്ടും. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടില്ല, ഓരോ സ്ഥലത്തൊക്കെ പോയിട്ട് എന്താ ഒരു ഭംഗിയില്ല, അങ്ങനെയൊക്കെ എടുക്കാൻ നോക്കിയത്. പക്ഷെ നടന്നില്ല, മൊത്തം ഒന്ന് കുളമായി. അങ്ങനെ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേണ്ട, ബാക്കിൽ നിന്ന് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വന്നോ, ഞാനിങ്ങനെ കറങ്ങി നടക്കാമെന്ന്. പക്ഷെ മൊത്തത്തിൽ അങ്ങോട്ട് റെഡിയില്ല. ഞാൻ വിചാരിച്ച പോലത്തെ ഒരു സാധനമൊന്നും കിട്ടിയില്ല. പക്ഷേ കാണാൻ എന്ത് ഭംഗിയാണ് നോക്കില്ലേ. ഒരു റിസോർട്ടിൻ്റെ ഉള്ളിലുള്ള സംഭവമാണ് ഇതൊക്കെ. എനിക്ക് പൊതുവേ കാട് ഭയങ്കര ഇഷ്ടമാണ്. ഈ വാട്ടർഫോൾസും കുറേ മരങ്ങളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അനങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത് പറയുമ്പോൾ നമുക്ക് കാട്ടിൽ പോവാം, ആനിമൽസിനെ കാണാൻ പോകാമെന്നൊക്കെ പറയും. അപ്പോൾ ആക്കി ചോദിക്കും, നീ എന്താ കാട്ടുജാതിയാണോ എന്ന്. എനിക്കും ഡൗട്ടുണ്ട് കേട്ടോ. എൻ്റെ അച്ചാച്ചൻ പണ്ട് ഫോറസ്റ്റിലായിരുന്നു. അച്ചാച്ചൻ ആദിവാസികൾക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ലേശമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കുക്കിനോട് ഇങ്ങനെ പറഞ്ഞു, വാ കുക്കി നമുക്ക് റൂമിൽ പോവാം. അപ്പോൾ കുക്കിക്ക് ഇതൊക്കെ ഒന്ന് ചുറ്റി കാണണം. അപ്പോൾ നോക്ക്, ചുറ്റി കാണുമ്പോഴാണ് മരം നിറച്ചും ജാമ്പക്ക. എൻ്റെ ദൈവമേ എന്തൊരു ഭംഗിയാണ് കാണാൻ. പക്ഷേ ഞാൻ ഈ കോഴിക്കോടായതുകൊണ്ട് ഈ നിപ്പാന്ന് കേട്ടിട്ട് എനിക്ക് എന്തോ പറിച്ച് തിന്നാൻ വരെ പേടിയാവുക. പക്ഷേ കണ്ടിട്ട് എനിക്ക് കൊതിയായിട്ട്, എനിക്ക് ജാമ്പക്ക ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഒന്നും തിന്നാൻ വയ്യ, പേടി കാരണം. ഈ നിലത്ത് കിടക്കുന്ന കണ്ടോ, അതൊക്കെ ഫുൾ ആർക്കും വേണ്ട. നേരത്തെ കണ്ടത് റെഡ് കളർ ജാമ്പക്ക, ഈ നിലത്തൊക്കെ ഫുൾ പച്ച കളർ ജാമ്പക്കയും കുറേ മരങ്ങളാണ് നിറച്ചും ഫ്രൂട്ട്സും ഇതൊക്കെ ആയിട്ട്. എന്തൊരു ഭംഗിയറിയോ. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ അവർ ആക്ച്വലി ഈ ജാമ്പക്കൊക്കെ പറിച്ച് ഫുൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ എടുത്ത് തിന്നാം. അവിടെ ആർക്കും വേണ്ട, കാരണം കണ്ട ജാമ്പക്ക മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു ടേബിളിൻ്റെ മേലെ. ഇതിപ്പോൾ ഞാൻ കുക്കിനോട് ഒരു വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ കുക്കി പലതരം എക്സ്പ്രഷൻ ഇടാം, ആ മോമി പോവാന്നും പറഞ്ഞിട്ട്. പക്ഷെ എനിക്കെന്തുകൊണ്ട് കണ്ടിട്ട് മതിയാവുന്നില്ല. കാരണം ഞാൻ ഇപ്പം ഇറങ്ങാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ നമ്മൾ കൂർഗിന്ന് നേരെ പോവുകയാണ്. എങ്ങോട്ടാണ്? ബാംഗ്ലൂരിലേക്ക്. സോ ഞാനിങ്ങനെ ഒരു പ്രാവശ്യം കൂടി ചുറ്റി കാണട്ടെ എന്ന് വെച്ചിട്ട് വേഗം അങ്ങ് നടന്നു പോയതാണ്. കാരണം എടി ഇങ്ങോട്ട് എപ്പോഴാണ് വരിക. പക്ഷെ എനിക്ക് മൊത്തത്തിൽ ഇങ്ങോട്ട് കറങ്ങാൻ പറ്റില്ല. നമുക്ക് കറങ്ങാൻ പറ്റില്ല, നമ്മൾ 2 ദിവസമൊക്കെ നിൽക്കണം, എന്നാൽ മാത്രം നമുക്കൊന്ന് മൊത്തം ഒന്ന് നടന്ന് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പറഞ്ഞ് ഞങ്ങൾ പോവാണ്, വേണമെങ്കിൽ വന്നോളൂ. പക്ഷെ ഞാൻ ജീവനം കൊണ്ടുപോയി പിന്നാലെ ഓടി. കാരണം ഇനിയിപ്പോൾ എങ്ങനെ അങ്ങോട്ട് പോകാനാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതിൻ്റെ മേലെ കയറിയിരുന്നു ആ വണ്ടിയിൽ. അങ്ങനെ വണ്ടിയിൽ സ്പീഡിൽ പോവാണ് റൂമിലേക്ക്. കാരണം റൂമിൽ പോയിട്ട് വേണം എല്ലാ സാധനവും പാക്ക് ചെയ്ത് വെച്ചിട്ട് നേരെ ബാംഗ്ലൂരേക്ക് പോകാൻ. സോ ബാംഗ്ലൂരിൽ പോയിട്ട് കുറേ പണികളുണ്ട്. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കണം, ഷോപ്പിംഗ് ചെയ്യണം,
അങ്ങനെ കുറേ പണി. അപ്പോഴായിരുന്നു നമ്മൾ ആട് 3 മൂവി റിലീസ് ചെയ്ത് കേട്ടോ, ഞങ്ങൾ കൂർഗിലായിരിക്കുമ്പം. അപ്പം കുക്കിക്ക് അപ്പം തന്നെ കാണണം, കുക്കി മാത്രമല്ല അഖിലിനും അപ്പം തന്നെ കാണണം ആട് 3. അപ്പോൾ അഖിൽ എന്ത് ചെയ്തു, കൂർഗിലിരിക്കുമ്പോൾ തന്നെ ബാംഗ്ലൂരിൽ ആട് 3 അങ്ങോട്ട് ബുക്ക് ചെയ്ത്. ഞങ്ങൾ നേരെ ബാംഗ്ലൂർ എത്തിയിട്ട് നേരെ ചെയ്തെന്താ പറയുക, റൂമിൽ പോയി സാധനങ്ങളൊക്കെ വെച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ആട് 3 കാണാനാണ്. അപ്പം പാക്കിങ് ചെയ്യാൻ ഒരു ഓട്ടത്തിലാണ്. സോ ഞങ്ങൾ പോയി പാക്ക് ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ റൂമിൽ പോയി ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ വെച്ചു കൂർഗ് ഇപ്പോൾ തിരിച്ച് വന്ന് ബാംഗ്ലൂർ പോകുന്ന വഴി നമ്മൾ വേഷം ഒന്ന് ഗോൾഡൻ ടെമ്പിളിലൊക്കെ ഒന്ന് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചു. ഇത് പ്ലാനില്ലാത്ത സാധനമായിരുന്നു, പെട്ടെന്ന് പ്ലാൻ ചെയ്ത സാധനമാണ്. പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ ആക്ച്വലി ഇവിടെ പോയിട്ടുണ്ട്, വളരെ ചെറുതാവുന്ന സമയത്ത്. പക്ഷെ എനിക്കങ്ങനെ ഓർമ്മയൊന്നുമില്ല. സോ ഒന്നും കൂടി ഓർമ്മ പുതുക്കാം എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എനിക്കിത് പുതിയ അനുഭവം കേട്ടോ. ഞാൻ ചെറുപ്പത്തിൽ ഓർമ്മയൊന്നുമില്ല, പോയിട്ടുണ്ടെന്ന് അമ്മ അങ്ങനെ പറഞ്ഞു കേട്ട്, പക്ഷെ ഞാൻ പോയിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഗോൾഡൻ ടെമ്പിളിൽ പോയി അവിടുത്തതൊക്കെ കണ്ടു. എന്തൊരു ഭംഗിയാണ് കാണാൻ, നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ പുറത്ത് കുറേ നല്ല നല്ല ഹാൻഡ് ബാഗ്സും അതും ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും വാങ്ങാൻ പറ്റില്ല, കാരണം അഖിൽ സമ്മതിക്കില്ല. ഷോപ്പിംഗ് അങ്ങോട്ട് കേട്ട അഖിലിന് അങ്ങോട്ട് ഇളകും. എനിവേസ് ബാംഗ്ലൂർ എത്തി. ഞങ്ങൾ റിറ്റ്സ് കാൾട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലായിരുന്നു കേട്ടോ താമസിച്ചത്. കുക്കിൻ്റെ ഡോണറ്റ് തീറ്റ തന്നെയാണ് മൊത്തം ഈ ഒരു വ്ളോഗിലെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങളവിടെ പോയ സമയത്ത് അവിടെയുള്ളൊരു ഷെഫ് കുക്കിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്, പല പല സാധനങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. കുക്കിക്ക് എന്താ വേണ്ടത്, ഡെസേർട്ട് എന്ത് വേണം എന്നൊക്കെ ചോദിച്ചിട്ട് കുക്കീൻ്റെ അടുത്ത് കുറേ വിശേഷങ്ങൾ ചോദിക്കുക. ഭയങ്കര നല്ല ആൾക്കാരായിരുന്നു. അതായത് ഞാൻ കുറേ നല്ല പ്രോപ്പർട്ടിയിൽ പോയിട്ട് താമസിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ റിറ്റ്സ് കാൾട്ടണിൽ പോയ സമയത്ത് അത് വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അവരുടെ ഹോസ്പിറ്റാലിറ്റി ഒരു രക്ഷയില്ലായിരുന്നു. അതായത് എല്ലാവരും, നമ്മൾ അവിടുന്ന് കയറി അവിടെയുള്ള ഒരു ഗേറ്റ് മാൻ, അത് സെക്യൂരിറ്റി തൊട്ട് എല്ലാവരും അടിപൊളി സർവീസ് ആയിരുന്നു. അത് നമ്മൾ കണ്ടു പഠിക്കണം അവരുടെ ഹോസ്പിറ്റാലിറ്റി. എനിക്ക് ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ പോയ സമയത്ത്. അങ്ങനെ കുക്കി എന്തൊക്കെയോ പറഞ്ഞ് അത് ഇത് എന്നൊക്കെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് വീണ്ടും വരുന്നു. എന്താണത്, ചോക്ലേറ്റ് ഡോണറ്റ്. കുക്കി കണ്ടുപിടിച്ച ആ സാധനം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടില്ല, ഇതാണ് അവൻ അത്രയും പോയി തിരഞ്ഞു പിടിച്ച് കൊണ്ടുവന്ന ചോക്ലേറ്റ് ഡോണറ്റ്. ഇതായിരുന്നു അവരുടെ റെസ്റ്റോറൻറ്റ്, നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടി. എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി. അതിൽ പകുതി മുക്കാലും ഞാൻ കഴിച്ചില്ല. കഴിച്ചതെന്താ, സ്ഥിരം കഴിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ. എനിക്ക് എവിടെ പോയാലും ഈ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മളുടെ സൗത്ത് ഇന്ത്യൻ സാധനങ്ങളൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ദോശ, ഇഡ്ഡലി, വട, ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്. പുട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷം. പുട്ട്, കടലക്കറി. അതല്ലാണ്ട് ഇനിയിപ്പോൾ ബ്രെഡൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടും അതൊക്കെ കുഴപ്പമില്ല. പക്ഷേ വേറൊന്നും ഞാൻ കഴിക്കില്ല എന്നല്ല, എനിക്കങ്ങനെ ഫുഡിൽ ഇന്നേ സാധനം അങ്ങനെയൊന്നുമില്ല, എന്ത് കിട്ടിയാലും തിന്നും. എന്നാലും എന്താ പറയുക, ഇതാണ് കുറച്ചുകൂടി എനിക്ക് കൂടുതലിഷ്ടം. സൗത്ത് ഇന്ത്യൻ ഫുഡാണ് കുറച്ചുകൂടി കൂടുതലിഷ്ടം. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ റൂമിലേക്ക് നടന്നു പോവാണ്. അപ്പം ഞാൻ വെറുതെ എൻ്റെ കുറച്ച് കോപ്പറായങ്ങൾ റെക്കോർഡ് ചെയ്തതാണ്. കിടത്തോട്ടെ, എന്തെങ്കിലുമൊക്കെ യൂട്യൂബ് നോക്കുന്ന സമയത്ത് കാണാമല്ലോ. ഇതാണ് ഞങ്ങളുടെ കുട്ടൻ. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് ഇങ്ങനെ പോവായിരുന്നു. അങ്ങനെ അഖിലെത്തി നോക്കുകയാണ്. ഞാൻ ആ വഴിക്ക് ഇങ്ങനെ മുങ്ങിയോ നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണല്ലോ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു റൂമിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഖിലിൻ്റെ അടുത്ത്, നമുക്കത് ചെയ്യണം, ഇത് ചെയ്യണം, ഇന്നേ സ്ഥലത്ത് പോകണം എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ റൂമിൽ കയറി. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എവിടെയും പോയില്ല കേട്ടോ. യൂഷ്വലി ഞാൻ വെറുതെയെങ്കിലും കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോകുന്നത്, അവിടെ ഒന്നും പോയില്ല. കാരണം അഖിലിന് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒന്നും ഇഷ്ടമല്ല. ഞാൻ ബോംബെയിലൊക്കെ പോകുന്ന സമയത്ത് അഖിൽ മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി. കാരണം അഖിൽ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഇഷ്ടമല്ല. അത് കുക്കിൻ്റെ വക കുറച്ച് ഡാൻസ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുക്കി അവിടെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരിക്കുക. റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവനൊന്ന് കുളിക്കണം ബാത്ത് ടബിൽ. അതാണ് അവൻ്റെ ഏക ഉദ്ദേശം. അപ്പം പറയും, ഡാഡി ഈ റൂം എടുക്കുമ്പോൾ ബാത്ത് ടബുള്ള റൂം എടുക്കണമെന്ന് പറയും. ഞങ്ങൾ പിന്നെ പുറത്തൊക്കെ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഞാൻ ആക്ച്വലി ഒരു മോളിലായിരുന്നു കേട്ടോ പോയത്. നമ്മൾ അംബാനീൻ്റെ മോളുടേതാണെന്ന് തോന്നുന്നു, ഒരു ബ്രാൻഡില്ലേ, അവിടെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിപ്പോയി റെക്കോർഡ് ചെയ്തത്. ഇത് നമ്മളുടെ റൂമിലുണ്ടായിരുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് ഡിന്നറൊക്കെ ഓർഡർ ചെയ്തു. ഡിന്നറൊക്കെ വന്നു, സ്ഥലം മാറിപ്പോയി എന്നൊക്കെ.
ആക്ച്വലി അവർ ഡിന്നർ ഇങ്ങനെയാണ് കേട്ടോ കൊണ്ടുവരുന്നത്. ഒരു ഇതേപോലത്തെ ഒരു സാധനം, ഒരു ട്രോളി പോലത്തെ സാധനം ഇങ്ങനെ ഉന്തിക്കൊണ്ടുവരും. അതിൻ്റെ അടിയിലാണ് എന്ത് ചെയ്യുന്നത്, അവർ ഫുഡൊക്കെ വെച്ചിട്ട് കൊണ്ടുവരുന്നത്. ഇങ്ങനെ വോം ആക്കിയിട്ട് അതിലാണ് വെക്കുക. അപ്പം ഫുഡ് ഇതാ കുക്കിൻ്റെ എൻ്റെയും ഫേവററ്റ് സാധനങ്ങൾ വന്നു. എന്താണെന്ന് അറിയുമോ? ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും. അതാണ് ഞങ്ങളുടെ ഏറ്റവും ഫേവററ്റ് സാധനങ്ങൾ. അഖിൽ പിന്നെ വെജാണ്. വെജ് മാത്രമാക്കി കഴിക്കൽ വേണ്ടി ഡിന്നറാക്കി കഴിക്കാറില്ല. ഇപ്പം ഞാനും കഴിക്കാറില്ല. പക്ഷേ ഇന്ന് അറിയാണ്ട് 2 ദിവസം മെഞ്ഞാന്ന് ഞാൻ ഒരു ബിരിയാണി വെച്ചു. അപ്പോൾ ആരെങ്കിലും തിന്ന് തീർക്കണമെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഇരുന്ന് കൂടെ തിന്നാം. നാളെ തൊട്ട് ഡയറ്റിംഗ് ആണ് കേട്ടോ. സോ ഞങ്ങളുടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വന്നു. ആൻഡ് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ഭംഗിക്ക് ചിക്കൻ മലായ് ടിക്ക കേട്ടോ. അതൊക്കെ വെച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. ഡിന്നർ കഴിക്കാൻ പോവായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഡിന്നറെല്ലാം കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി. ഇത് രാവിലത്തെ സീനാണ്. ഇത് തുണി മടക്കിയിട്ടില്ല, അതെൻ്റെ മോനായിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ആസ് യൂഷ്വൽ എൻ്റെ സ്നേഹസമ്പന്നനായ ഹസ്ബൻഡ് എനിക്ക് പഞ്ചസാര ഇട്ട് തരാണ് കോഫിയിൽ. ഇത് ഞാൻ തടിച്ചോട്ടെ, ഷുഗർ പിടിച്ച് ചത്തോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണോ, എന്നുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ, എന്നുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്. എത്രയോ വർഷമായി എനിക്ക് രാവിലെ അഖിൽ കോഫി ഉണ്ടാക്കി തരാറുണ്ട് ഇവിടെയുള്ള സമയത്ത്. കാരണം എന്താ വെച്ചാൽ അഖിലാണ് രാവിലെ എണീക്കാൻ നേരത്തെ. അപ്പോൾ എനിക്ക് ജോബുള്ളതുകൊണ്ട് ഞാൻ എണീക്കലുണ്ട്. പക്ഷേ അതിന് മുന്നേ ഒരു പണിയില്ലാത്തപ്പോൾ ഞാൻ കിടന്നുറങ്ങും. പക്ഷേ അഖിൽ രാവിലെ എണീച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് ബോഡിയൊക്കെ നന്നായി ശ്രദ്ധിക്കുന്ന ആളാണ്. അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ അഖിലിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊന്ന് ജസ്റ്റ് കറങ്ങിയാലോ, ഇതും നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ. അങ്ങനെ ഈ പ്രാവശ്യത്തെ വെക്കേഷനും കഴിഞ്ഞു. അഖിൽ വന്നു, ഞങ്ങൾ കുറേ കറങ്ങാനൊക്കെ പോയി. ഈ പ്രാവശ്യം ഭയങ്കര ബിസി ആയിരുന്നു. അഖിലും ബിസിനസ്സിലൊക്കെ ഇവിടെ തുടങ്ങി അതിൻ്റെ ബിസി ആയിരുന്നു. പക്ഷേ എന്നാലും ഇറ്റ് വാസ് നൈസ്. ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ മിസ് ചെയ്യുന്നു, അഖീനെ മിസ് ചെയ്യുന്നു, ആ മൊമെൻറ്റ്സൊക്കെ മിസ് ചെയ്യുന്നു. പക്ഷേ നൈസായിരുന്നു. പിന്നെ എനിക്ക് തോന്നി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇതിലിങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് ഓരോ ഓർമ്മയായിട്ട് ഒരു മെമ്മറി ആയിട്ട് വെക്കാമല്ലോ. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.